പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മേന്തോന്നി എന്ന് പറയുന്ന നമ്മുടെ നാടുകളിലൊക്കെ പണ്ട് സുലഭമായി കാട്ടും പ്രദേശത്ത് നാട്ടിലെ റോഡ് വഴികളിലോ കണ്ടിരുന്ന ഒരു ചെടിയാണ്. പിന്നെ ഇതിനെ നമ്മൾ ഫ്ലെയിം ലില്ലി, ഗ്ലോറി ലില്ലി, അതുപോലെ തന്നെ ടൈഗർ ക്ലോ, പിന്നെ ഫയർ ലില്ലി എന്നൊക്കെ വിളിക്കും. മലയാളത്തിൽ നമ്മൾ മേന്തോന്നി, അതുപോലെ തന്നെ കീത്തോന്നി, അതുപോലെ തന്നെ പറയൻചെടി എന്നൊക്കെ പേരുകളുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഗ്ലോറിയോസ സൂപ്പർബ എന്നാണ്. കോൾക്കിസേസി ഫാമിലിയിലാണ് വരുന്നത്. നേരത്തെ അത് ലില്ലിയേസി ഫാമിലിയിലായിരുന്നു. ഈ പ്ലാന്റ് നമ്മൾ ഇത്രയും കൗതുകത്തോടെ കാണുന്നുണ്ടെങ്കിലും നല്ല ഒരു അലങ്കാര സസ്യമാണെന്ന് തോന്നുമെങ്കിലും ഇത് ഹൈലി പോയിസണസ് ആണ്. ഇതിലടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ്സും ഗ്ലൈക്കോളിസൈഡ്സും ഒക്കെ വളരെയധികം പോയിസണസ് ആണ്. പിന്നെ ഇത് സിംബാബ്വേയുടെ നാഷണൽ ഫ്ലവർ ആണെന്ന് ഒരു ജനറൽ നോളജ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ സംസ്ഥാന പുഷ്പവുമാണ്. ആയുർവേദിക് മെഡിസിൻസിലൊക്കെ ഇത് ധാരാളം ഉപയോഗിച്ചിരുന്നു. പാമ്പ് വിഷത്തിനെതിരായിട്ടും അതുപോലെ തന്നെ ഗർഭാശയത്തെയും ഹൃദയത്തെയും ചുരുക്കുകയും വികസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിനുള്ള കഴിവ് ഈ സസ്യത്തിനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കിഴങ്ങാണ്, മൂലകാണ്ഡമാണ് നമ്മൾ ആയുർവേദ മരുന്നിൽ ഉപയോഗിക്കുന്നത്. ഇതൊരു പെൻസിൽ പോലെയോ അല്ലെങ്കിൽ കലപ്പക്കിഴങ്ങ് പോലെയൊക്കെ ആയിരിക്കും ഇത് കാണുന്നത്. അപ്പോൾ ഇത് പല രൂപത്തിൽ നമ്മൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് മനുഷ്യ ശരീരത്തിന് ഫ്രഷ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുമ്പോൾ പോയിസണസ് ആണ്. ഹൃദയസ്തംഭനം, ഛർദി, അതിസാരം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുത്താനിത് ഒരു ഹൈലി പോയിസണസ് ആണ്. അപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. ഈ ഗ്ലോറിയോസ സൂപ്പർബ എന്ന് പറയുന്ന സസ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇതൊരു ക്ലൈംബറാണ്, മറ്റ് ചെടികളിൽ ചുറ്റിപ്പടർന്ന് വളരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ ടിപ്പിലായിട്ടാണ് ഇതിന് ചുറ്റിപ്പടാനുള്ള ടെൻഡ്രിൽസ് ഉണ്ടാവുക. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പൂവ് തുടക്കത്തിൽ യെല്ലോ കളറാണെങ്കിലും അതിന് ശേഷം ഇത് ഹൈലി റെഡ് കളർ, ഓറഞ്ച് കളറിലേക്കൊക്കെ വരും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തീനാളം പോലെ തോന്നും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഫയർ ലില്ലി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് ഇതിൽ ധാരാളം ഫ്ലവറുകളും അതുപോലെ തന്നെ മൊട്ട്, അതുപോലെ കായായിട്ടുള്ള ഫ്ലവർ എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു കൗതുകകരമായിട്ടുള്ളൊരു പ്ലാന്റ് കാണാത്തവർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഞാനിത് വിവരിച്ചത്. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. ഓക്കെ, താങ്ക് യു.